അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് ഇവിടെ സുഖം തന്നെ. ഇന്നത്തെ സ്പെഷ്യൽ ക്യാരറ്റ് ഉപയോഗിച്ചാണ്. എന്നാൽ നമുക്ക് ക്യാരറ്റ് ഉപയോഗിച്ച് ക്യാരറ്റ് പൊരി തയ്യാറാക്കിയാലോ? ക്യാരറ്റ് പൊരിക്ക് വേണ്ടി ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നീളത്തിൽ കട്ടി കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മസാലയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെ ഇതിനാവശ്യമായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടി, അരിപ്പൊടി, വെള്ളം ആവശ്യത്തിന്. ഇനി അരിഞ്ഞു വെച്ച ക്യാരറ്റിലേക്ക് നമുക്ക് അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് കായം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ മാവ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടിപ്പോകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതുതന്നെയല്ല, ഈ മാവെല്ലാം ഇതിനകത്ത് ഈ ക്യാരറ്റിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യണം. ക്യാരറ്റ് മാവിൽ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോഴത്തേക്ക് ഈ മാവെല്ലാം ക്യാരറ്റ് നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഈ ക്യാരറ്റ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തവി അഴിച്ച് കൊടുത്ത് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനും ഈ ക്യാരറ്റ് ഇങ്ങനെ നന്നായിട്ട് സെപ്പറേറ്റ് ആയി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ഒരു വശം ഒന്ന് പൊള്ളി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി ഇനി മൊരിയും. ഇതിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീയെന്ന് കോരി മാറ്റാം. നമ്മുടെ ക്യാരറ്റ് അടിപൊളിയായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കട്ടൻ കാപ്പി അല്ലെ ചായ ഇതിന് പറ്റിയ നല്ലൊരു കോംബോയാണ് ഇത്.